സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ ഗാസ വെഞ്ചർ, ഗാസ സിറ്റിയിലേക്കുള്ള പ്രവേശനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗാസ സിറ്റിയുടെ റേഡിയസ് ഓരോ ദിവസവും കഴിയുന്തോറും കുറഞ്ഞു വരുന്നു. ഗാസയിൽ നിന്ന് ഹമാസിന്റെ ചെറുത്തുനിൽപ്പ് ഏതൊക്കെ ഭാഗത്തുണ്ടാവുന്നുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ ഗാസ സിറ്റിയുടെ ഉള്ളിൽ കടന്ന് ഏറിയൽ ബോംബിങ്ങും നടക്കുന്നുണ്ട്. അപ്പം ഭൂമിയിലൂടെ IDF ഇഞ്ചിഞ്ചായി മുന്നോട്ട് പോകുന്നു. വളരെ വേഗം നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല, അത് വളരെ സ്ലോ ആയിട്ട് മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം മൈൻ ചെയ്തിട്ടുണ്ട് ലാൻഡ്. അപ്പോൾ ഓരോ മൈനും തപ്പിയെടുത്ത് കളയണം. കൂടാതെ ഓരോ സ്ഥലത്തും ഇവരുടെ കേവുകൾ, തുരങ്കങ്ങൾ ഓരോ സ്ഥലത്തും അന്വേഷിച്ച് പോകണം. അങ്ങനെയാണ് ഈ IDF മുന്നോട്ട് വളരെ സ്ലോ ആയിട്ട് കയറുന്നത്. അപ്പം അതിനിടയിൽ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന്, ഗാസ സിറ്റിയുടെ ഉള്ളിൽ നിന്ന്, അവിടുത്തെ ഹോസ്പിറ്റലുകൾ, അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന്, വീടുകളുടെ ടെറസുകളിൽ നിന്ന് ഒക്കെ ഈ IDF നേരെ ആക്രമണം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എവിടെ നിന്നാണോ ആക്രമണം ഉണ്ടാകുന്നത്, റോക്കറ്റ് ലോഞ്ചിങ്സ് നടക്കുന്നത്, ആ സ്ഥലങ്ങളിലേക്ക് ഇസ്രായേൽ ഏരിയൽ ബോംബിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏരിയൽ ബോംബിംഗ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കാഷ്വാലിറ്റീസ് ഉണ്ട്. നമുക്കറിയാവുന്ന പോലെ ഹമാസ് അവരുടെ സ്വഭാവം കാണിക്കും. അവര് ഈ റോക്കറ്റ് ലോഞ്ചിങ് കഴിഞ്ഞ് ഓടി രക്ഷപ്പെടും. സാധാരണ മനുഷ്യരെ പിടിച്ചു വയ്ക്കും, അവർ മരിക്കും. അപ്പൊ കുഞ്ഞുങ്ങൾ മരിച്ചു, പെണ്ണുങ്ങൾ മരിച്ചു എന്നുള്ള നിലവിളി ആസ് യൂഷ്വൽ അത് അവിടെ ഉയരുന്നുണ്ട്. അത് ആ ഭാഗത്ത് നടക്കുന്നു. അതിനിടയിലൂടെ യമനിൽ നിന്ന് ഹൂത്തികൾ അവരുടെ നേർച്ച നിർവഹിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയക്കുന്നുണ്ട്. ഇസ്രായേൽ ആസ് യൂഷ്വൽ അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് അയച്ച ഒരു മിസൈൽ അത് ക്ലസ്റ്റർ ബോംബ് ക്യാരി ചെയ്യുന്ന മിസൈലായിരുന്നു. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുള്ള ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ബോംബ്സ് ആണ്. നമ്മൾ ഈ എട്ടുകാലി ഒക്കെ മുട്ട വഹിച്ച് നടക്കുന്ന ഒരു എട്ടുകാലിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് എട്ടുകാലികൾ റിലീസ് ചെയ്യപ്പെടുന്നത് പോലെ ഈ ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുന്ന ബോംബ് അത് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്നത് ധാരാളം ബോംബുകളാണ്. അപ്പൊ അതിനകത്ത് കുറെ കുഞ്ഞു ബോംബുകൾ വെച്ചിട്ടുണ്ടാവും. ആ ബോംബുകൾ ഒരു വലിയ പ്രദേശത്ത് ഇങ്ങനെ ചെതറി വീണ് കഴിഞ്ഞാൽ അത് ഗ്രൗണ്ടിൽ കോണ്ടാക്ട് വരുമ്പോഴാണ്, ഈ ഏറുപടക്കമൊക്കെ പോലെ ഗ്രൗണ്ടിൽ കോണ്ടാക്ട് വരുമ്പോൾ അത് എക്സ്പ്ലോഡ് ചെയ്യും. ഷെല്ലുകളാണ്. അപ്പൊ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഗതിയാണ്. ഇന്റർനാഷണൽ നിയമം അനുസരിച്ച് യുദ്ധങ്ങളിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ റീസൺ, ക്ലസ്റ്റർ ബോംബുകൾ ഈ വീഴുന്നത് മുഴുവനൊന്നും പൊട്ടിയല്ല, കുറെ അവിടെ കിടക്കും. അപ്പൊ പിന്നീട് ആരെങ്കിലും വന്ന് അതിന്റെ മുകളിൽ തട്ടി, വളരെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ, ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യർ പിന്നീടും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ക്ലസ്റ്റർ ബോംബ് വീഴുന്നത് എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ചെതറി വീഴാണ്. വീടുകളുടെ മുകളിലാണോ, സ്കൂളിലാണോ, ഹോസ്പിറ്റലിലാണോ, വഴിയെ പോകുന്നതിന്റെ തലയിലാണോ, എവിടെ വീഴുന്നു പറയാൻ പറ്റില്ല. കാരണം അതൊരു ലക്ഷ്യം വെച്ചുള്ളൊരു സാധനമല്ല. ഒരു പ്രദേശം മുഴുവൻ വീഴത്തക്ക രീതിയിലാണ് ഈ ക്ലസ്റ്റർ ബോംബിനകത്ത്, ക്ലസ്റ്റർ ബോംബ് എന്ന് വിളിക്കുന്ന ആ സംവിധാനത്തിനകത്ത് ബോംബുകൾ വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇസ്രായേൽ നേരെ പ്രയോഗിച്ചു. അവർ ആസ് യൂഷ്വൽ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. സ്വാഭാവികമായും ഇവരുടെ മിസൈൽ ഹിറ്റ് കൊണ്ട് തന്നെ, ഇന്റർസെപ്ഷൻ കൊണ്ട് തന്നെ അത് ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിത്തീർന്നു. അതിൽ നിന്ന് 1-2 എണ്ണം നിലത്ത് പതിച്ചു. അതിൽ 1 എണ്ണം വീണ ഒരു സ്ത്രീക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രായേല് നേരത്തെ തന്നെ പറയുന്നുണ്ട് തിരിച്ചടിക്കുന്നു. ഇന്നലെ അവര് സനായില് യമന്റെ ക്യാപിറ്റലിൽ പോയി ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവരുടെ ഹൂതി ആണ് നോർത്തേൺ യമൻ എന്ന് പറയുന്ന യമന്റെ ഒരു പകുതിയിലധികം ഭാഗം ഹൂതികളുടെ കയ്യിലാണെന്ന് നമുക്കറിയാം. അവരുടെ നിയന്ത്രണത്തിലാണ്. യമൻ മുഴുവൻ അവരുടെ നിയന്ത്രണത്തിലല്ല. പക്ഷെ യമനിലെ ബഹുഭൂരിഭാഗവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയകള്, വർത്തായിട്ടുള്ള ഏരിയകള്, ജനസംഖ്യ കൂടുതലുള്ള ഏരിയകളൊക്കെ ഹൂതികളുടെ കയ്യിലാണ്. അപ്പം ആ ഏരിയയുടെ തലസ്ഥാനമായിട്ടുള്ള പഴയ തലസ്ഥാനം തന്നെയാണ്, യമന്റെ തലസ്ഥാനം സനയാണ്. സന ഹൂതികളുടെ കയ്യിലാണ്. അപ്പൊ ആ സനയിൽ പോയിട്ട് ആക്രമണം നടത്തി. അവിടെ ഒരു ഓയിൽ റിഫൈനിങ് സംവിധാനവും 2 എനർജി ഔട്ട്ലെറ്റുകളും, പെട്രോളിയം ഔട്ട്ലെറ്റുകളും, പ്രസിഡൻഷ്യൽ പാലസും, പവർ സ്റ്റേഷൻസും തകർത്തിട്ടുണ്ട്. അപ്പൊ അത് 12ലധികം എയർക്രാഫ്റ്റുകളും എയർ റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റും ചേർന്നിട്ടാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇതിൽ ഒരു എയർക്രാഫ്റ്റിന് പോലും ഇവർക്ക് എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് തൊടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിൽ തന്നെ ഹൂതികളുടെ കയ്യിൽ ആകെ ഉള്ളത് ഈ ഇറാൻ നൽകുന്ന, അല്ലെങ്കിൽ ഇറാന്റെ ടെക്നോളജി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ ദീർഘദൂര മിസൈലുകൾ മാത്രമാണ്. ഏരിയ ഡിഫൻസ് സിസ്റ്റമോ അല്ലെങ്കിൽ തങ്ങളെ ആക്രമിക്കാൻ വരുന്ന വിമാനങ്ങളെ നേരിടാനുള്ള യാതൊരു സംവിധാനം അവർക്കില്ല. അപ്പൊ ഇത് വിമാനങ്ങൾ ഉപയോഗിച്ച് സന സിറ്റിയുടെ മുകളിലെ പട്ടാപ്പകലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. വളരെ ഹെവി ആയിട്ടുള്ള ബോംബുകളാണ് ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുള്ളത്. പ്രദേശത്ത് ഭൂമികുലുക്കം പോലത്തെ അനുഭവം ഉണ്ടാവുകയും വീടുകൾ കുലുക്കത്തിൽ തകർന്നു വീഴുകയും ചെയ്യത്തക്ക രീതിയിലുള്ള ബോംബുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഹൂതികൾ തീർന്നു പോയി എന്ന് വിചാരിക്കേണ്ട. കാരണം സനായുടെ യമന്റെ
യമൻ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ ഒരു 60% പ്രദേശം കൈയടക്കി വെച്ചിട്ടുള്ള ഈ ഭീകര സംഘടന ആ രാജ്യത്ത് മുഴുവൻ ചെതറിക്കിടക്കുന്ന രീതിയിൽ അവരുടെ ഭീകര കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടുത്തെ സാധാരണ ജനങ്ങളെ പിഴിഞ്ഞ് അവിടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി അവരെ ദരിദ്രരാക്കി പട്ടിണി കൊണ്ട് അവിടെ ആളുകൾ നിരന്തരമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇന്റർനാഷണൽ ഏജൻസികൾ UN ഒന്നും കാണുന്നില്ല. അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ പിഴിഞ്ഞെടുത്ത് ഇവര് ഇസ്രായേലിനെതിരെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ ഭീകര സംഘടന തിന്നുകൊഴുത്ത് ജീവിക്കുന്നു. ഹമാസിനെ പോലെ തന്നെ സാധാരണ ജനങ്ങളെ പിഴിഞ്ഞ് തിന്നുകൊഴുത്ത് ജീവിക്കുന്നു. കൂടാതെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സാധാരണ മനുഷ്യരെ പട്ടിണി കിടന്ന് മരിക്കുന്നു. ഇവരെ തീറ്റിപ്പോറ്റുകയും ഇവർക്ക് ആയുധം ഉണ്ടാക്കാനുള്ള പണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത്താഴ പട്ടിണിക്കാരന്റെ ജോലി എന്നുള്ളതാണ് യമനിലെ അവസ്ഥ. അപ്പൊ യമനിൽ ആ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലെബനോണിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിൻവാങ്ങാൻ തയ്യാറാണ്, പ്രൊവൈഡഡ് ഹിസ്ബുള്ള പൂർണ്ണമായിട്ടും നിരായുധരാക്കപ്പെടണം. ഇപ്പം ലെബനീസ് ഗവൺമെന്റ് കഴിഞ്ഞ മാസം വളരെ നാടകീയമായാണ് തീരുമാനമെടുത്തത് ഹിസ്ബുൾ ആയുധം വെച്ച് കീഴടക്കണമെന്നുള്ളത്. അപ്പൊ ലെബനീസ് ഗവൺമെന്റിൽ നിന്ന് അത്തരമൊരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടി അമേരിക്കയുടെ കടുത്ത പ്രഷർ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രഷറിനെ തുടർന്ന് ലെബനീസ് ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് തീരുമാനമെടുത്തു ഹിസ്ബുള്ള ആയുധം വെച്ച് കീഴടങ്ങണം. ഇതിൽ നിന്ന് ഗവൺമെന്റിനെ പിന്തിരിപ്പിക്കാനായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അഗാച്ചി കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച ലെബനോൺ വിസിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ലെബനോൺ ഗവൺമെന്റ് വഴങ്ങിയില്ല. ഹിസ്ബുള്ള ആയുധം വെച്ച് കീഴടങ്ങിയേ ഒക്കുകയുള്ളൂ എന്ന് അവർ പറയുകയുണ്ടായി. അപ്പൊ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവരിപ്പോൾ ആയുധം വെച്ച് കീഴടങ്ങണമെങ്കിൽ അവർ പറയുന്നത് ഇസ്രായേൽ പൂർണ്ണമായും ആദ്യം ലെബനോണിൽ നിന്ന് പുറത്തു പോകണം, അതിനുശേഷം മാത്രമേ ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ നവംബറിൽ അമേരിക്ക ഇടപെട്ട് ഹിസ്ബുള്ളക്കെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ വെടിനിർത്തൽ നടപ്പാക്കിയിരുന്നു. ഇസ്രായേൽ ലെബനോണിൽ ത്രൂ ഔട്ട് ഹിസ്ബുള്ള കേന്ദ്രങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും ലെബനോണിന്റെ ക്യാപിറ്റലായിട്ട് ബെയ്റൂട്ടിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ബെയ്റൂട്ടിലടക്കം ചെന്ന് ബോംബ് ചെയ്ത് ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ എണ്ണി കൊന്ന് അവരുടെ എല്ലാ തരത്തിലുള്ള ആയുധ സംഭരണ ശേഖരങ്ങളൊക്കെ നശിപ്പിച്ച് ഇസ്രായേൽ ഒരു മാസങ്ങളോളം ലെബനോണിൽ അവരുടെ തേരോട്ടം നടത്തി. അങ്ങനെ അവസാനം US ഇടപെട്ട് അവിടെ വെടിനിർത്തലുണ്ടായി. ആ വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് ലത്താനിയ റിവർ എന്ന് പറയുന്ന ലെബനോണിന്റെ തെക്ക് ഭാഗം, അതായത് ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്താണ് ലെബനോൺ വരുന്നത്. ലെബനോണിലേക്ക് കയറി കഴിഞ്ഞാൽ കുറെ ഭാഗം കഴിഞ്ഞിട്ടാണ് ലത്താനിയ റിവർ വരുന്നത്. ലത്താനിയ റിവർ ലെബനോണിന് ക്രോസ് ആയിട്ട് കിടക്കുന്ന ഒരു റിവറാണ്. അപ്പൊ ലതാനിയ റിവറിന്റെ സൗതേൺ പാർട്ടും ഉണ്ട്, നോർത്തേൺ പാർട്ടും ഉണ്ട്. നോർത്തേൺ പാർട്ടിലാണ് ലെബനോണിന്റെ ഭൂരിഭാഗമുള്ളത്. ലെബനോണിന്റെ ചെറിയൊരു ഭാഗം ലതാനിയ റിവറിന്റെ സൗതേൺ പാർട്ടിലുണ്ട്. അപ്പൊ ലതാനിയ റിവറിന്റെ സൗതേൺ പാർട്ടിലുള്ള ലെബനോണിന്റെ റീജിയൻസ് മൊത്തം ഇസ്രായേൽ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇസ്രായേൽ അതിനപ്പുറത്തേക്ക് കടന്നിരുന്നു, അതിനപ്പുറത്തും കടന്ന് അവർ ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ ഈ വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് അവർ ലതാനിയ റിവറിന്റെ സൗത്തിലേക്ക് പിൻവാങ്ങി ലെബനോണിന്റെ ലതാനിയ റിവറിന്റെ സൗതേൺ പാർട്ട്, ഇസ്രായേലിന്റെ വടക്ക് ഭാഗം, ആ പ്രദേശം ഇസ്രായേൽ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട 5 കുന്നുകളുണ്ട്. ആ 5 കുന്നുകളുടെ മുകളിലും IDF നിരന്തരമായി തമ്പടിച്ചുകൊണ്ട് ലെബനോണിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും ഹിസ്ബുള്ള മൂവ്മെന്റ് കണ്ടാൽ ഈ കുന്നുകളുടെ മുകളിൽ നിന്നാണ് എയർക്രാഫ്റ്റുകൾ പറന്നു വന്നിട്ട് പോയിട്ട് ഇവരെ ആക്രമിക്കുന്നത്. അപ്പൊ ഇതില് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ കുന്നുകളിൽ നിന്ന് ഇസ്രായേൽ സേന ഒഴിഞ്ഞ് ഇസ്രായേലിലേക്ക് പിൻവാങ്ങണം. അങ്ങനെ അവർ പൂർണ്ണമായിട്ട് പിൻവാങ്ങുകയാണെങ്കിൽ തങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങും. പക്ഷെ അതിന് കണ്ടീഷനുണ്ട്. തങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുന്നത് ലതാനിയ റിവറിന്റെ സൗതേൺ പാർട്ടിൽ മാത്രമാണ്. അതിന് നോർത്തേൺ പാർട്ടില്, അതായത് ലെബനീസ് ഗവൺമെന്റ് ഇപ്പോൾ അധികാരം കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശം, അല്ലെങ്കിൽ ലെബനീസ് ഗവൺമെന്റ് അധികാരം വിട്ടുകൊടുത്ത പ്രദേശത്ത്, അവിടെ അവർ ആയുധം വെച്ച് കീഴടങ്ങില്ല. അവർ ആയുധം വെച്ച് കീഴടങ്ങാമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിക്കാത്തത് ഈ ലതാനിയ റിവറിന്റെ സൗതേൺ പാർട്ട് ഇസ്രായേൽ കൈയടക്കി വെച്ച പ്രദേശത്ത് മാത്രം അവർ ഇനി ആയുധ ശേഖരങ്ങൾ ഉണ്ടാക്കുകയില്ല, അവിടെ അവർ പ്രവർത്തിക്കില്ല. ഇതാണ് അവർ പറയുന്ന കണ്ടീഷൻ. ഇസ്രായേൽ പറഞ്ഞ ഒരു തരത്തിൽ ആക്സെപ്റ്റബിൾ അല്ല. ഇപ്പോഴും ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ ലെബനോണിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഹിസ്ബുള്ള കോൺസെൻട്രേഷൻ കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് ഇസ്രായേൽ പോയിട്ട് ആക്രമിക്കും. അത് ബെയ്റൂട്ടിലായിക്കൊള്ളട്ടെ, ബെയ്റൂത്തിനേക്കാളും വീണ്ടും വടക്കോട്ടായിക്കൊള്ളട്ടെ, ലെബനോണിന്റെ വടക്കൻ ബോർഡറിൽ തന്നെ ആയിക്കൊള്ളട്ടെ. ലെബനോണിന്റെ തെക്ക് ഭാഗത്താണ് ഇസ്രായേൽ ഉള്ളത്. എൻ്റെ ലെബനോണിലെ സ്കാൻ ചെയ്ത് എവിടെയെങ്കിലും ഹിസ്ബുള്ള കോൺസെൻട്രേഷൻ കണ്ടാൽ, ഹിസ്ബുള്ള ഡെവലപ്മെന്റ് കണ്ടാൽ ഇസ്രായേൽ ഓരോ ദിവസവും പോയിട്ട് ബോംബ് ചെയ്ത് ആക്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ആക്രമണങ്ങളൊക്കെ നിർത്തി തങ്ങൾ പിൻവാങ്ങാം, ഹിസ്ബുള്ള ആയുധം വെച്ച് കീഴടങ്ങണം എന്നുള്ള ഒരു തീരുമാനം ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലെബനീസ് ഗവൺമെന്റിനെ സംബന്ധിച്ച് അവർക്ക് എത്രത്തോളം ശക്തിയുണ്ട്, അവരുടെ ഔദ്യോഗിക പട്ടാളത്തിന് എത്രത്തോളം ശക്തിയുണ്ട് ഈ ഹിസ്ബുള്ളയെ ഡിസാം ചെയ്യാൻ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഹിസ്ബുള്ള ഈസ് സോ വീക്ക്. ഇസ്രായേലുമായിട്ടുള്ള ആക്രമണത്തിൽ അങ്ങേയറ്റം തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ലെബനീസ് ഗവൺമെന്റിന് വിൽ പവർ ഉണ്ടെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സഹായത്തോടെ ഹിസ്ബുള്ളയെ തീർക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ഡിസിഷനിലേക്ക് അത് എത്താനാണ് സാധ്യത. ഇസ്രായേലിനെ സംബന്ധിച്ച് അവര്
ഈ ഗാസയിലെ വിഷയങ്ങൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും ലെബനോണിൽ കയറി ലെബനീസ് ഗവൺമെന്റ് അനുവദിച്ചാലും ഇല്ലെങ്കിലും ഹിസ്ബുള്ളയെ കൊന്നു തീർക്കും എന്നുള്ള ഉറപ്പാണ്. ഇല്ലെങ്കിൽ അവർ ഡിസാം ചെയ്ത് നിൽക്കേണ്ടി വരും. അവർ ഡിസാം ചെയ്യാനാണ് സാധ്യത എന്ന് വേണം വിചാരിക്കാൻ. അതിനുശേഷം നിശ്ചയമായും യമനിലും ചേഞ്ചസ് വരും, ആത്യന്തികമായി ഇറാനിലും ചേഞ്ചസ് വരും.